നമസ്കാരം. ഫസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഗുരു പൂർണിമയ്ക്ക് ഇത്രയും ഒരു എഫർട്ട് എടുത്ത് ഒരു വലിയ രീതിയിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള ഡോക്ടർ സുരേഷിന് ആദ്യം ഒരു നന്ദി പറയുന്നു. നമ്മളിപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ വർമ്മ യോഗ വർമ്മ സിദ്ധ യോഗയിൽ ശിവയോഗ അതിന് ഒന്നാണ് വർമ്മ. സിദ്ധവൈദ്യത്തിന് അതിന് കണക്ഷനുണ്ട്. അപ്പോൾ ഞാൻ അതിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പൈൻ ചെയ്ത് ചില ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ. അതിൽ നിന്ന് ശിവയോഗ വർമ്മ ആൻഡ് സിദ്ധ കോമ്പിനേഷനിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ലേശ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡീറ്റെയിൽ പിന്നെ പറയും. ഓക്കെ. ഇപ്പോൾ ഓട്ടിസം നിറയെ ഇപ്പോൾ കേരളത്തിലുണ്ട്, അതുപോലെ ഇന്ത്യ ലെവലിലും ഉണ്ട്, ഇപ്പോൾ റഷ്യയിൽ കൂടുതലുണ്ട്. അപ്പോൾ അവർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിലുള്ള ക്രേനിയൽ നെർവ്സ് ഓവർലാപ്പിംഗ് ആവുന്നത് കൊണ്ട് വരുന്ന ഒരു റീസൺ. അപ്പോൾ അത് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മദർ പ്രഗ്നൻ്റായിരിക്കുമ്പോൾ 4ാമത് മാസം ഈ നെർവസ് സിസ്റ്റം ഫാം ആവും. ഈ 4ാം മാസം അവർക്ക് യൂറിനും മോഷനും ശരിക്കും പോയില്ലെങ്കിൽ ബ്ലോക്കായാലാണ് ഈ ഓട്ടിസം മാക്സിമം വരുന്നത്. അതുകൊണ്ട് ഈ പ്രഗ്നൻറ്റ് പീരീഡിൽ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്. രണ്ടാമത്, ഫാദർ ഓവർ സെൽഫുൾ കണ്ടീഷനിലിരിക്കുമ്പോൾ സാമ്പത്തിക കുറവിൽ ഇടപെട്ടാലും ഇതേമാതിരി ഓട്ടിസം ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പ്രിക്കോഷൻ, അതായത് ഈ പ്രഗ്നൻ്റായിരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഫുഡ്, അതിലുള്ള നമ്മുടെ പോഷണമൊക്കെ ശരിക്കും പോകുന്ന അല്ലെങ്കിൽ മരുന്ന് ഇതൊക്കെ ഉള്ള ഇത് എടുക്കണം. ശരി. എനിവേ, ഇപ്പോൾ ഓട്ടിസം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ? അതിന് വർമ്മ പോയിൻറ്റ്സൊക്കെ ഉണ്ട്. വർമ്മ പോയിൻറ്റ്സ് നമുക്ക് അതിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ചില പോയിൻറ്റ്സ് നമുക്ക് ഇത് പറയാം. അല്ല, അവർ തലയ്ക്ക് എണ്ണ ഓട്ടിസം അഫക്റ്റായിട്ട് തലയ്ക്ക് എണ്ണ വയ്ക്കുന്നതിന് ക്ഷീരബല തൈലം തേക്കാം. അതുപോലെ നിങ്ങൾക്ക് വേലിപ്പരുത്തിയും ഉപ്പമേനിയും അരച്ച് അതിൻ്റെ ചാറെടുത്ത് അതിൻ്റെ കൂടെ നല്ലെണ്ണ ചേർത്തിട്ട് അതിൽ കോഷ്ടം, കരിഞ്ജീരകം ഇതേമാതിരി ചില മരുന്നുകളെ ചേർത്ത് എണ്ണ തേച്ചാൽ അത് നല്ല ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഈ ഓട്ടിസമുള്ള ചിൽഡ്രന് മോഷൻ ശരിക്കും പോകില്ല. അത് അവർ ഒരാഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഇങ്ങനെ തന്നെ മോഷൻ പോകും. അതുകൊണ്ട് ഗട്ട് ബ്രെയിൻ ആക്സിസ്, ഗട്ടിലുള്ള ബ്ലോക്ക് വന്ന് ബ്രെയിനെ ബാധിക്കും. അത് ഒരു റീസൺ. അതുകൊണ്ട് അതിനുള്ള മോഷനെ യൂസ് ചെയ്യാൻ ഹെർബൽ പവർ കൊണ്ട് എല്ലാം തിരുവല ചൂർണത്തെ രാത്രി ചൂടുവെള്ളത്തിൽ കൊടുത്താൽ കൊള്ളാമെന്ന് പറയും. അതിൻ്റെ കൂടെ വേറെ ഒരു ഫോർമുല നല്ല വർക്കാവുന്നുണ്ട്. അത് ഒരു പപ്പായ, ഒരു ലെമൺ, ഒരു ഓറഞ്ച് ചേർത്ത് ജ്യൂസ് അടിച്ച് അതിൽ എപ്സം സാൾട്ട് ഇട്ട് മിക്സ് ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെയിലി കാലത്ത് വെറും വയറ്റിൽ കൊടുത്താൽ മോഷൻ ഒരുപാട് ശരിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 വയസ്സ്, 14 വയസ്സ്, 21 വയസ്സ് വരെ ഉള്ള സക്സസ്ഫുള്ളായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഫോർമുല ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഡീറ്റെയിലായി പഠിക്കാനുള്ളവർക്ക് 2-3 ദിവസം മെനക്കെട്ട പഠിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. അതിപ്പോൾ എല്ലാ സ്ഥലത്തും അവർ ഇത് യൂസ് ചെയ്യും. ഉണ്ടായത് ഇപ്പോൾ ലേഹ്യം കൊണ്ട് ലേഹ്യൻ്റെ വല്ലാതെ ലേഹ്യം, ബ്രഹ്മീഹൃതം ഇതേമാതിരിയുള്ള ലേഹ്യങ്ങളും അവർ കൊടുത്താൽ അത് വർക്കാവുന്നുണ്ട്. ഇത് പോകാൻ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം അവർക്ക് ഓട്ടിസം ചിൽഡ്രനൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ വീക്കായിരിക്കും. ജ്ഞാനേന്ദ്രിയത്തിനുള്ള എനർജി ഫ്ലോ വീക്കായിരിക്കും. അപ്പോൾ അതിന് ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം എന്ന് ശിവയോഗയിലുള്ളതാണ്. ശിവയോഗയിലുള്ള ആ ടെക്നിക്ക് യൂസ് ചെയ്ത് അത് എനർജി സപ്ലൈ ചെയ്താൽ അവർ പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട്. 3 ദിവസം 5 ദിവസത്തിലൊക്കെ റിക്കവർ ആവുന്നുണ്ട്. അപ്പോൾ ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം ശിവയോഗ പടി എന്നു വെച്ചാൽ ആധാരങ്ങളോട് കണക്റ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂലാധാരത്തിൽ നിന്ന് വന്നിട്ടെന്ന് വെച്ചാൽ അവിടെ എർത്ത് കണക്ഷൻ, എർത്തിൻ്റെ ഇത് സ്മെല്ലിൻ്റെ ഇത് കണക്ഷൻ വന്ന് മൂക്കിന് എനർജി കൊണ്ടുപോകാം. ന്യാസനാടി എന്നൊരു നാടിയുണ്ട്, അതിനെയും കൂടെ കണക്ട് ചെയ്താൽ ഓപ്പൺ ചെയ്താൽ മൂക്കിന് എനർജി പോകും.
അടുത്തത് വന്ന് സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനം ആക്ടിവേഷൻ ചെയ്തിട്ട് അവിടെ വന്ന് വ്യാനൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് അന്ന് ജിഹ്വ നാഡി എന്നൊരു നാഡിയുണ്ട്. ആ നാഡി ചാനൽ ഓപ്പൺ ചെയ്താൽ നാക്കിന് എനർജി അവർക്ക് കിട്ടും. അത് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാകും. അതുപോലെ മണിപൂരത്തിൽ സമാനനെ ആക്ടിവേറ്റ് ചെയ്ത് കൂർമ്മനെ ആക്ടിവേറ്റ് ചെയ്ത് ഗാന്ധാരി നാഡി ഇടത് കണ്ണിനും പുരുഷൻ നാഡി വലത് കണ്ണിനും എനർജി കൊണ്ടുപോയാൽ അത് കണ്ണിനുള്ള പവർ കൂടും. അത് വിശുദ്ധിയിൽ ഉദാഹരണം ആക്ടിവേറ്റ് ചെയ്ത് അസ്ഥി അലംബുസ ഈ 2 നാഡി ഓൺ ചെയ്താൽ 2 കാതിന് എനർജി കിട്ടും. അപ്പോൾ ഇങ്ങനെ വന്ന് എനർജിയെ കൊണ്ടുപോയാൽ അവർ ഓട്ടിസത്തിന് വന്ന് റിക്കവറി ഉണ്ടാകും. ചില കുട്ടികൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിയുടെ അമ്മ വന്ന് ഈ പ്രാക്ടീസ് ചെയ്തിട്ട് കൈ കൊണ്ട് ഓരോ ആധാരത്തിലും കൊണ്ട് വയ്ക്കണം. പക്ഷേ അവർക്ക് അത് എനർജൈസ് ആയിക്കൊള്ളും. അതുപോലെ സ്പീച്ച് തെറാപ്പിക്ക് ഇതേമാതിരി മൂലാധാരത്ത് അവ്യക്ത നിലയിലിരിക്കും. ആ സ്പീച്ച് എനർജി ഒന്ന് സ്വാധിഷ്ഠാനത്തിൽ കുറച്ച് വലുതായിട്ട് എക്സ്പാൻഡ് ആകും. അനാഗത്തിൽ ഫുൾ ആൻഡ് ഫുൾ സ്റ്റോറായി വരും. പിന്നെ വിശുദ്ധിയിൽ ട്രാൻസ്ലേഷൻ അതാണ് അവർക്ക് പാടായിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധി ഉദാഹരണം ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കയ്യെ കൊണ്ട് അവരുടെ കഴുത്തിൽ വെച്ചാൽ 3 ദിവസം 4 ദിവസത്തിൽ അതിൻ്റെ വീഡിയോ റെക്കോർഡൊക്കെ ഞാൻ സക്സസ്ഫുള്ളായി അതിൻ്റെ വീഡിയോ റെക്കോർഡൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, സക്സസ് ആകുന്നുണ്ട്. അപ്പോൾ സ്പീച്ച് തെറാപ്പി ആൻഡ് ഓട്ടിസം ഇതിൽ ക്ലിയറാണ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ക്രേനിയൽ നെർവ് ആക്ടിവേഷൻ. 12 പെയർ ക്രേനിയൽ നെർവ്, അതിൽ 1 പെയർ മൂക്കിന് വരുന്നു, 4 പെയർ കണ്ണിന്, കാതിന്, ഇങ്ങനെ തലയിൽ ഫുള്ളായി വരുന്നുണ്ട്. 10ാമത് ക്രേനിയൽ നെർവ് വന്ന് വേഗസ് നെർവ്. ഇങ്ങനെ വരുന്ന നെർവ്സിലൊക്കെ എനർജി കൊണ്ടുപോകണം. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ തിരുമന്ത്രത്തിലുള്ള ചന്ദ്രയോഗ. തിരുമന്ത്രത്തിൽ ചന്ദ്രയോഗ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ചന്ദ്രകലകളും ഈ ക്രേനിയൽ നെർവ്സും കണക്റ്റായിരിക്കുന്നു. അപ്പോൾ ഈ ചന്ദ്രകലകളെ നിങ്ങൾ ഒவ்வொന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ക്രേനിയൽ നെർവ് ഫുള്ളായിട്ട് എനർജി വരും. എനർജി വന്നാൽ അവരുടെ പ്രോബ്ലം സോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിന് മാത്രമല്ല ഡിമെൻഷ്യ കേസും ക്ലിയർ ആയിട്ടുണ്ട്. 7 കൊല്ലം വരെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഈ ക്രേനിയൽ നെർവ്സ് ആക്ടിവേഷൻ ചെയ്യാനുള്ള ശിവയോഗ ടെക്നിക്സ് ഉണ്ട്. ശിവയോഗ എന്ന് പറയുന്നത് ആക്ച്വലി മർമ്മത്തിൻ്റെ ബേസ് ശിവയോഗയാണ്. അതിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് ഇതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് വന്ന് ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ. അപ്പോൾ സാധാരണ ട്രഡീഷണൽ വർമ്മ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എനർജി മാനിപ്പുലേഷൻ. അത് കൈകൊണ്ട് ഒരു പ്രഷർ പോയിന്റ് വെച്ച് വർമ്മ പോയിന്റുകളൊക്കെ പ്രസ് ചെയ്യുന്ന പേര് എക്സ്റ്റേണൽ മാനിപ്പുലേഷൻ. പക്ഷേ അതിൽ എക്സ്റ്റേണൽ മാനിപ്പുലേഷൻ കൊണ്ട് നിങ്ങൾക്ക് മർമ്മ ക്ലിയർ ചെയ്യുന്നത് ഒരു 85% തന്നെ ക്ലിയർ ആവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ കൂടെ ചെയ്താലേ 100% ക്ലിയർ ആവും. അപ്പോൾ ഈ 96 നാഡി ചാനലും ഈ ആധാരങ്ങളിലാണ് കണക്റ്റായിരിക്കുന്നത്. അപ്പോൾ ആധാരങ്ങൾ വന്ന് ആക്ടിവേറ്റ് ചെയ്ത് അതിലുള്ള ദശവായുക്കൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യും. നാഡി ചാനൽ, അത് ഏത് നാഡി ചാനൽ അതിൽ കണക്റ്റ് ആയിട്ടുണ്ടോ ആ നാഡി ചാനൽ കൂടെ എനർജി സെലുത്തി ചെയ്യുന്ന വർമ്മ ട്രീറ്റ്മെൻറ്റ് പേരാണ് വർമ്മ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ. ഞാൻ അതിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് ഇതിൻ്റെ റിസർച്ച് പേപ്പറൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുസിൽ കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ഇതേമാതിരി മാഗസിൻസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രഡീഷനെ നമ്മൾ വന്ന് കന്യാകുമാരിയിലുള്ള ആസാമാരും ഇത് കൊണ്ടുവരണം. ഞാൻ കേരള ഫുള്ളായി എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ കർണാടക, ആന്ധ്ര, മറ്റേ ഫോറിൻ കൺട്രീസിലും ഞാൻ ഒരുപാട് കൺട്രീസിൽ പോയി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള സിദ്ധ വൈദ്യർ ഈ അവയർനെസ് ഉണ്ടാക്കണമെന്നാണ് ഈ മീറ്റിംഗ് ഞാൻ മെയിനായിട്ട് വന്നത്. അതായത് മർമ്മത്തിൻ്റെ ഒരു ബെർത്ത് പ്ലേസ് എന്ന് പറയുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റാണ്. 49 കൺട്രീസ് ഇവിടെ വന്ന് കടലിൻ്റെ അകത്ത് പോയി. അതിലുള്ള മിച്ചമാണ് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റും യാழ்പ്പാണം, യാழ்പ്പാണം. ഇപ്പോൾ ഇത് വന്ന് ഒരു ഡ്രിഫ്റ്റ്, ഒരു ആടി അമാവാസയ്ക്കാണ് ഇത് ഡ്രിഫ്റ്റ് പിരിഞ്ഞു പോയത്. അതിനെയാണ് ഇന്ന് ആടിവലി എക്സിബിഷൻ ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള തമിഴ് ലാംഗ്വേജും യാழ்പ്പാണത്തിലുള്ള ഇത് രണ്ടും കേൾക്കാൻ ഒന്നുപോലെ തന്നെ ഇരിക്കും ഈ ട്രഡീഷൻ. അപ്പോൾ ഈ പറയുന്ന ഈ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് രാവണൻ എഴുതിയ മർമ്മ അനാട്ടമിയുണ്ട്. രാവണൻ എന്ന് പറഞ്ഞാൽ അങ്ങേര് സിദ്ധവൈദ്യം എഴുതിയിട്ടുണ്ട് ഒരുപാട്. അതിലുള്ള വർമ്മ അനാട്ടമി എന്ന് പറയുന്നത് വർമ്മ ആസാമാരൊക്കെ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ അലോപ്പതി ഡോക്ടേഴ്സ് പഠിക്കുന്നത് ഫിസിക്കൽ ബോഡിയുടെ അനാട്ടമിയാണ് പഠിക്കുന്നത്. നമുക്ക് ഇത് അങ്ങനെയല്ല. മർമ്മാണിക്ക്
ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി, കാസൽ ബോഡി. ഈ 3 ലിങ്കായിട്ടിരിക്കുന്ന 3 ദേഹ സൊല്യൂഷൻസാണ് വർമ്മ എനർജി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വന്ന് ഈ ആസാമാരുള്ള ലെവലിൽ பயன்படுத்தி അവർ ട്രഡീഷണലായി ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഇത് മാനിപ്പുലേഷനെ ചെയ്താൽ 100% ഇത് വരും. അതില്ല നിങ്ങൾ ചെയ്യുന്ന എക്സ്റ്റേണൽ മാനിപ്പുലേഷൻ ഒരു 90% തന്നെ ശരിയായി. അങ്ങനെ വെച്ചാൽ ഈ 10% തിരിച്ച് അത് വളർന്ന് ഒരു 3.5 കൊല്ലം വരെ ഒരു ടൈമിൽ തിരിച്ചും വരും പേഷ്യൻ്റ്. ഇത് അവർ പേഷ്യൻറ്റിന് അറിഞ്ഞൂടെ, ആസാമാർക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് എക്സ്റ്റേണൽ മാനിപ്പുലേഷൻ്റെ കൂടെ ഈ ഇൻറ്റേർണൽ മാനിപ്പുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്താൽ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിനുള്ള ഏത് ഓർഗൻ വേണമെങ്കിൽ എനർജി കൊണ്ടുപോകാം. അതിൽ പൈസിനി നാഡി, വിശ്വോദര നാഡി, ഈ 2 നാഡി ചാനലിൽ എനർജി കൊണ്ടുപോയാൽ ഇൻറ്റേർണൽ ഓർഗൻസിന് എല്ലാത്തിനും എനർജി കിട്ടും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതേമാതിരി നാഷണൽ സെമിനാർ ഓൺ വർമാലജി 4 കൊല്ലത്തിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് നടത്തി ഗാന്ധി ഭവനിൽ. ശരിയപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ വന്ന് നന്ദി, നമസ്കാരം.